ടി വി പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, വാർത്ത പുറത്തേക്ക് എത്തിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നടപ്പിലാക്കപ്പെട്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചതുപോലെ മാധ്യമ അടിയന്തരാവസ്ഥ വീണ്ടും പ്രാബല്യത്തിൽ വന്നോ എന്നതാണ്. ഇത് മെറ്റ പറഞ്ഞിരിക്കുന്നു അത് ഒരു സാങ്കേതിക പിഴവിന്റെ കാരണം കൊണ്ടുണ്ടായതല്ല എന്നത്. അവർക്ക് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. അപ്പോൾ സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞവരൊക്കെ ഇനി എന്ത് പറയും? മധു, അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഞാൻ മെറ്റയ്ക്ക് ഒരു കത്തയക്കാമെന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാം ഇല്ലാതാകുന്നത്. അതിനിടയിൽ 2 ഉദാഹരണങ്ങൾ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ കാർഡുകളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുമുണ്ടായിരുന്നു. പക്ഷേ MDMA കേസിലെ മയക്കുമരുന്ന് കടത്തുകാരനായ ഹുസൈനുമായുള്ള അടുത്ത ബന്ധം, അദ്ദേഹവുമായി ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ, ഇതെല്ലാം റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ ആദ്യത്തെ കാർഡായി പോകുന്നത് അതാണ്. പിന്നീട് കടലിൽ പോയ അച്ഛനെ തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള മകളുടെ ഒരു പോരാട്ടം സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പറയുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞ ആ കുട്ടിയുടെ പ്രസ്താവന അത് പോകുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് പോകുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് പോകുന്നു. CPIM നേതാവ് P ജയരാജൻ പറഞ്ഞത് പോകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരായി വരുന്ന എല്ലാ വാർത്തകളും ഒരു ഘട്ടത്തിൽ ഇല്ലാതായി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. വലിയ വിവാദമായി വളർന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അതൊരു ചോദ്യമായി എത്തിയത്. അതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല, തനിക്കോ സർക്കാരിനോ ഒന്നും അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മറുപടി പറയേണ്ടി വരും. മാധു, മറുപടി പറഞ്ഞേ മതിയാവൂ. ഏത് തലത്തിലാണ് ഇടപെട്ടത്, ഏത് ഉദ്യോഗസ്ഥനാണ് അത് നീക്കം ചെയ്തത്, മാത്രമല്ല ഇതിൽ നടന്നൊരു ഗൂഢാലോചന അർജന്റീനൻ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVയോട് നിഴൽ യുദ്ധം ചെയ്യുന്ന മറ്റു മാധ്യമങ്ങൾ ഇതിൽ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ടായിരുന്നു. മെറ്റയ്ക്ക് വന്ന AI സാങ്കേതിക പിഴവ് എന്ന്. അത് പോലീസിനെ ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ പോലീസിനെ ഉദ്ധരിച്ച് പറയുമ്പോഴും ഒരു രേഖയും കേരള പോലീസിന് മെറ്റയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന വിവരം ഇത് റിപ്പോർട്ട് ചെയ്ത എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അറിയാം. ഇതാ കൃത്യമായി റിപ്പോർട്ടറിന് മറുപടി വന്നിരിക്കുന്നു. ഇത് സാങ്കേതിക പിഴവല്ല. സാങ്കേതിക പിഴവല്ല എങ്കിൽ സ്വാഭാവികമായി ആ കാർഡ് നീക്കം ചെയ്യപ്പെട്ടതാണ്. മാധു, ഇവിടെ നിന്ന് പറഞ്ഞു ചെയ്യിച്ചതാണ്. അങ്ങനെയെങ്കിൽ ആര് പറഞ്ഞു, ആര് ചെയ്യിച്ചു? സർക്കാർ അധികാരത്തിൽ എത്തി വെറും 3 മാസം പിന്നിടുന്ന സമയത്ത് തന്നെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഈ വാർത്തകൾ ഇവിടെ നിന്ന് മാറ്റേണ്ടത് ആർക്കാണ് അതിന്റെ ആവശ്യം? ആരാണ് മാറ്റാൻ നിർദ്ദേശം?